സെക്കൻഡ് സർവീസിൻ്റെ സമയത്ത് വിളിച്ച് എഴുന്നേക്കാത്ത ഞാൻ ഫസ്റ്റ് സർവീസിന് ഉച്ചവെളുപ്പങ്കാലത്ത് എഴുന്നേറ്റ് പള്ളിയിലും പോയി. പള്ളിയും കഴിഞ്ഞ് നേരെ വണ്ടി എടുത്തുകൊണ്ട് എറണാകുളത്തിനും വിട്ട് അവിടെ തൃപ്പൂണിത്തുറയിൽ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന പോക്കാണിത്. എങ്ങാണ്ട് ലേറ്റ് ആയാലെന്ന് വിളിച്ചൊരു 9:30 കണക്കൂട്ടിയാണ് ഇറങ്ങിയത്. 9:30 ആയപ്പോഴത്തേക്കും എത്തി. 10 മണിക്കാണ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 മണി തൊട്ട് 1 മണി വരെ. ഇവിടുത്തെ ഓപ്പണിംഗ് ടൈമും 10 മണി തന്നെ. ഇപ്പോൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ. ഇനി അകത്ത് കയറി പോയിട്ട് ബാക്കി നോക്കാം എന്താ എങ്ങനെയാണെന്നുള്ളത്. ടെറ ക്രാഫ്റ്റ്സ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഞാൻ ഇവിടെ വന്നത് ടെറേറിയം വർക്ക്ഷോപ്പിന് വേണ്ടിയാണ്. കുറേ നാളായിട്ടൊരു കമ്പമായിരുന്നെങ്കിലും ഇപ്പോഴാണെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നത്. സോ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് അവിടെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഇവിടുത്തെ ലക്ഷണങ്ങളിലൂടെ പോട്ടറിയും പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പറ്റുവാണെന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യണം ഇവരുടെ പോട്ടറി ക്ലാസ്. നോക്കാം എങ്ങനെ ആവുന്നു. ഇങ്ങനെ കുറേ പാർട്ടികൾ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ട്. നമ്മൾ ശല്യം ചെയ്യാൻ പോകണ്ട, അവരും നമ്മളെ ശല്യം ചെയ്യാൻ വരത്തില്ല. അവിടെ നടന്നോളൂ. അങ്ങനെ 10 മണിക്ക് ആണ് വർക്ക്ഷോപ്പ് തുടങ്ങേണ്ടിയിരുന്നത്. കുറച്ച് പേരെ വരാനൊക്കെ കുറച്ച് താമസിച്ചുകൊണ്ടൊരു 10:30 ആയപ്പോഴത്തേക്കാണ് നമുക്ക് ഫുൾ സെഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പം അങ്ങനെ ബേസിക്കലി ടെറേറിയത്തെ പറ്റിയെല്ലാം ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്ന് അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും നമ്മളെ ഗൈഡ് ചെയ്തു. സോ അങ്ങനെ ആദ്യം നമ്മളൊരു ലെയർ ഇട്ടു. അഡീഷണൽ വെള്ളം വരുവാണെന്നുണ്ടെങ്കിൽ വെള്ളം പിടിക്കാത്ത ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ചിട്ടൊരു അടിത്തറ വാങ്ങി. അടിത്തറയ്ക്ക് മുകളിലൊരു ഈ അടിത്തറയിൽ മണ്ണ് മിക്സായി മൊത്തത്തിൽ കലങ്ങി ഒരു സാധനമാകാതിരിക്കാൻ വേണ്ടിയിട്ടൊരു നെറ്റിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഇനി എങ്ങാണ് ഫംഗൽ ഇൻഫെക്ഷൻ വന്നാൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകാതിരിക്കാൻ അതിനൊരു പ്രൊട്ടക്ഷൻ എന്നുള്ളതിന് ആക്ടിവേറ്റഡ് കാർബണിൻ്റെ ഒരു ലെയർ വെച്ചു. പിന്നെ ഇതിൻ്റെ മുകളിൽ സബ്സ്ട്രേറ്റ് വരും. സബ്സ്ട്രേറ്റ് ഏത് വേണം, ഏത് കോമ്പോസിഷനിൽ വേണം എന്നുള്ളത്, ഏത് ടൈപ്പ് ടെറേറിയമാണ്, ഏത് ടൈപ്പ് പ്ലാന്റ്സ് ആണ് നമ്മളതിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. സോ അപ്പം പലതരത്തിലുള്ള സബ്സ്ട്രേറ്റിന് വേണ്ടിയ മിക്സിങ് എങ്ങനെ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അതാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ ഇതിനെ കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരും. ഇത് നമ്മൾ വെച്ചാൽ മാത്രം പോരല്ലോ, ഇത് മുന്നോട്ടും പോകണ്ടേ. സോ അതിനെ കെയർ ചെയ്യാൻ വേണ്ടിയുള്ള പോയിൻറ്റ്സും പറഞ്ഞു തരും. അതും നോട്ട് ചെയ്ത് വെക്കുക. മറന്നു പോകും. സോ നോട്ട് ചെയ്ത് വെച്ചേക്കുക എപ്പോഴും. അങ്ങനെ സബ്സ്ട്രേറ്റ് നിരത്തി ഞാൻ എൻ്റെ കലാവാസന വെച്ചിട്ട് 2 മല ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. വലിയ കുഴപ്പമില്ലാതെ ഒന്ന് സെറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ട്വീസേഴ്സ് തന്ന് ട്വീസേഴ്സ് വെച്ചിട്ട് ഫിക്സ് ചെയ്യാനൊക്കെ പറഞ്ഞത്. ഞാൻ വെച്ചോ, പക്ഷേ ഞാൻ ഇതിൻ്റെ അത് കാണാം നിങ്ങൾക്ക് അവിടെ നിന്ന് മണ്ണ് മാറിപ്പോമായിരുന്നു. സോ ഞാൻ ഒന്ന് വെച്ചു, ഈ മണ്ണ് ഇതുകൊണ്ട് ലെവൽ ചെയ്യും. ഇങ്ങനെ കുറച്ച് നേരം ഞാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ഷമ കിട്ടും. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കൈയാണ് ഉപയോഗിച്ചത്. പക്ഷേ ഈ വീഡിയോ എടുക്കലും പണിയും കൂടെ ഒരുമിച്ച് നടക്കാഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു അപ്ഡേറ്റ് എടുക്കുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തേ ഉള്ളൂ. സോ അങ്ങനെ എൻ്റെ കലാവാസനയിൽ ഒരു ബോട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഞാനൊരു ടെറേറിയം സെറ്റ് ചെയ്തെടുത്തു. അങ്ങനെ ആവശ്യത്തിന് അലങ്കോല പണികളൊക്കെ കഴിഞ്ഞപ്പം ഇതിൽ ഫംഗസ് പിടിക്കാതിരിക്കാൻ അങ്ങനെയുള്ള പ്രിക്കോഷണറി പരിപാടികളും ഇതിൻ്റെ കെയറിങ് എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് വെള്ളമൊഴിച്ച് അടച്ച് ഞങ്ങൾ ടെറേറിയം സെറ്റ് ചെയ്തു. സോ ഈ വർക്ക്ഷോപ്പ് കഴിയുന്നുണ്ടെങ്കിൽ ആർ യു എൻ എക്സ്പേർട്ട് ഇൻ ടെറേറിയം എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഒരരക്കൈ നോക്കാനുള്ള വക ഇപ്പോൾ കയ്യിലുണ്ട്. സോ അങ്ങനെ അവിടുന്ന് പാക്ക് ചെയ്ത് ഒരു പെട്ടിക്കകത്തൊക്കെ ആക്കി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ ടെറേറിയം വർക്ക്ഷോപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. പെട്ടിക്കകത്താക്കി വീട്ടിലേക്ക് പോവാണ്. ഇത് ഈ പരുവത്തിൽ തന്നെ എത്തിക്കണം എന്നുള്ളത് കൊണ്ട് പലക്കെ നോക്കി കണ്ടുമൊക്കെ പോകാം. ഏത് പരുവത്തിലങ്ങ് എത്തും ദൈവം നമ്മൾ തന്നെ മാത്രം അറിയാം. എന്തായാലും നോക്കാം, വീട്ടിൽ ചെന്നിട്ട് ബാക്കി. എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം പതുക്കെയാണ് ഞാൻ വന്നത്. പക്ഷേ എങ്കിലും റോഡിലെ കുറേ ഗട്ടറുകളുടെയും പാച്ച് വർക്കുകളുടെയും ഗുണം കൊണ്ട് ഈ പരുവത്തിലായതാണ് ഇങ്ങെത്തിയപ്പം. അങ്ങനെ ഫസ്റ്റ് ടെറേറിയം ക്ലാസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ട്രാൻസ്പോർട്ടേഷൻ വളരെ വലിയൊരു ഫെയിലിയറായിരുന്നു. ബൈക്കിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറം നമ്മൾ പ്രതീക്ഷിക്കണം. എന്തായാലും ഭാഗ്യത്തിൻ്റെ ഗ്ലാസ്സൊന്നും പൊട്ടിയൊന്നുമില്ല. എന്തായാലും അത് സാധനങ്ങളെല്ലാം സേഫായിട്ട് എത്തി. അപ്പോൾ ഈ മിക്സ് ആയപ്പോൾ മണ്ണും കല്ലും ഞാനിപ്പോൾ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്ലാസ് ക്ലീൻ ചെയ്യണം, വലിയ കല്ലുകൾ ക്ലീൻ ചെയ്യണം. എന്നിട്ട് വേണ്ട ഇത് ആദ്യം തൊട്ട് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത് തരുമല്ലാതെ പണി പഠിപ്പിക്കുമായതുകൊണ്ട് ഒന്നുകൂടെ സെറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഈസിയായിട്ട് തന്നെ സെറ്റ് ചെയ്യാം. ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമൊക്കെ കണ്ടുപിടിക്കണം. എനിവേ ഫസ്റ്റ് ടെറേറിയം ക്ലാസ് ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കോൺടാക്ട് നമ്പറും അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം.
താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, അവർക്ക് റിപ്ലൈ തരും. സൺഡേസ് രാവിലെ 10 മണിക്കാണ് നമ്മുടെ സെഷൻ നടക്കുന്നത്. ടൈം ആൻഡ് ഡേ മാറാറുണ്ട്. സോ ചോദിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം പോവുക. എല്ലാ ദിവസവും ഇല്ല, അതും ലിമിറ്റഡ് സീറ്റ്സ് ആണ്, 12 സീറ്റ് എന്തോ ഉള്ളൂ. സോ ചോദിച്ചിട്ട് പോവുക. ഓക്കെ, സോ കുഴപ്പമില്ല, റെഡി ഉള്ളൂ. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു.